അതൊക്കെ നമ്മുടെ ഈ വണ്ടിയുടെ ഒക്കെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യുന്ന സ്ഥലം എവിടെയാ? ഹെഡ്ലൈറ്റ് ഈ കാണുക രണ്ടാമത്തെ കട ഏറ്റവും ലാസ്റ്റ്. ഓക്കെ ഓക്കെ. അതെ സുഹൃത്താ, നമ്മുടെ ഈ ഹെഡ് ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര മങ്ങലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അടിമാലി പോയിട്ട് വന്നേക്ക് ഒരു രക്ഷയില്ല വണ്ടി ഓടിക്കാൻ. ഇത് ഇവിടെ ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മാറ്റിയ ഒരു സ്ഥലമുണ്ട്, അതാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത് എന്താ ചെയ്യണേ? ഇത് ചെയ്യാൻ പറ്റണേ? നമ്മള് ഇത് മൊത്തം പോളിഷ് ചെയ്യണം. സാധാരണ രീതിയിൽ ക്രീം തേച്ച് അങ്ങനെയൊന്നുമല്ല, നാച്ചുറൽ ആയിട്ട് ഇത് പോളിഷ് ചെയ്ത് പുത്തനാക്കി തരും. കമ്പനി വണ്ടി വന്നാതിരി, അങ്ങനെയാണോ? അപ്പൊ ഇത് എങ്ങനെ ചെയ്യണേ? ഇത് അഴിക്കണോ? അങ്ങനെയാ? ഇത് ഉള്ളു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അയക്കേണ്ടി വരും. ഇതിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അഴിക്കണം. പിന്നെ പൊടി കാര്യങ്ങളൊന്നും. അപ്പൊ ഇതിപ്പോ എങ്ങനെയാ? കംപ്ലൈന്റ് ഇല്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതിനെ നോക്കി അറിയാൻ പറ്റുമോ? പൊടി പിടിക്കും, അല്ലെങ്കിൽ അതിനകത്ത് പേടായിട്ടുണ്ടാവും. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് തന്നെ നോക്കിയറിയാം. ഇതൊക്കെ കംപ്ലൈന്റ് കാണുന്നില്ല, പുറത്തോട് മങ്ങി. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് ചെയ്യാം. അപ്പൊ അത് അന്നത് ചെയ്താലേ നമുക്ക് ചെയ്തു. രണ്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാന്നോ? അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത് ഇനി? ബോണത്തിൽ നോക്കും. അപ്പൊ ഓണത്തിൽ നോക്കിയോ? അപ്പൊ ഇതിങ്ങനെ വെച്ചോണ്ട് തന്നെ ചെയ്യണം. അഴിച്ചെടുക്കൊന്നും വേണ്ട, ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ നോക്കണത്. അകത്ത് പൊടി അതുപോലെ എന്റെ ഈ നിക്ലിംഗ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അഴിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കേണ്ട വരും. അത് പുറത്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നൈസായിട്ട് പുറം മാത്രം വന്നിട്ടുണ്ട്, അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് അയക്കും. ഏകദേശം 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അയച്ചാണെങ്കിൽ 3 മണിക്കൂർ സമയം വേണ്ടി. ബമ്പർ കാര്യമൊക്കെ ബമ്പർ അയച്ചിട്ടാണ് ഇത് സെറ്റായിട്ട് ഇങ്ങനെ എടുക്കണം. സെറ്റായിട്ട് എടുത്തിട്ട് അതാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വെച്ചേക്കണം. ഇങ്ങനെ കൊണ്ടുപോകണം നമ്മളെ ക്ലാസ്സുകളൊക്കെ ചെയ്യാനുള്ള. നമുക്ക് അഴിച്ച് ഇങ്ങനെ കൊടുന്നാലും ഇത് ചെയ്തോണ്ട് ഇപ്പൊ എവിടെ നിന്ന് പോയാലും ഇപ്പൊ നമ്മള് ബസ് കയറ്റി കവറിലിട്ടിട്ട് അത് നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. കോട്ടയം, അങ്ങനെ കോലഞ്ചേരി, പുത്തൻകുരിശ്. പിന്നെ ഇത് നമുക്ക് ഞാനിത് മൂവാറ്റുപുഴയിൽ ആദ്യമായിട്ട് കാണുന്ന. ഇത് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എറണാകുളം ജില്ലയിൽ ചുരുക്കം കുറച്ച് പേരുള്ളൂ. അപ്പൊ മൂവാറ്റുപുഴയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, ഞങ്ങളുടെ ജ്യേഷ്ഠൻ അപ്പുറം ഇരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളു മൂവാറ്റുപുഴ? ഞങ്ങള് 2 പേര്, പിന്നെ വേറൊരാളോടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഇതിന്റെ പരിപാടിയായിരുന്നു. വിദേശത്ത് ഇതിന്റെ പരിപാടിയായിരുന്നു. ഇങ്ങോട്ട് മാറ്റി ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് വന്നപ്പോ നമ്മള് ഈ പരിപാടിയിലേക്കാണ് നീങ്ങി. അതാണ് ഞാൻ 10-15 വർഷം ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ഈ വകുപ്പ് വരുന്നത്. കാരണം ഞാൻ ഒരുപാട് വർഷോപ്പുകൾ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ മിക്ക ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള സാധ്യത അറിയില്ല. എല്ലാവരും മാറ്റി കളയാറ് പതിവ്. ഞാനിപ്പോ അടിമാലിക്ക് നമ്മളൊരു സുഹൃത്തിനെ കൊണ്ട് അടിമാലിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരിക്കും രാത്രിയെ. അപ്പൊ ഈ സാധനത്തിന് വ്യക്തമില്ല, പുള്ളി ഓടിക്കില്ല. എന്നിട്ട് ഒരു പ്രകാരത്തിൽ ഓടിച്ചു വിടുക. അപ്പൊ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാൻ പറയാം. അങ്ങനെ വന്ന് പെട്ടതാണ്. ക്ലാസിക്കൽ മങ്കിടുന്ന വെളിച്ചം കൃത്യമായിട്ട് പുറത്തേക്ക് വരില്ല. അതാണ് ഇതിന്റെ മെയിൻ കണ്ടത്. പോളിഷ് ചെയ്ത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ആയിക്കോട്ടെ, നോക്കാം. വെള്ളാണോ ഒഴിക്കാൻ പോണേ? വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിപ്പോ തീർന്ന പരിപാടി കഴിഞ്ഞില്ല. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ ഇതിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതുപോലെ 2 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം. അപ്പൊ 3 സ്റ്റെപ്പ് പരിപാടി. 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ പോളിഷ് ചെയ്യുന്നത്. പിന്നെ പോളിഷിംഗ് വേറെ, അല്ലാണ്ട് ഒറ്റയടിക്ക് തീരില്ല. പിന്നെ ഒരു ചെറിയ സംശയം, നമുക്ക് ഈ എല്ലാ വണ്ടികളും ചെയ്യുമോ നിങ്ങൾ? എല്ലാം ഉണ്ട്. ബൈക്ക്, കാറ്, ജീപ്പ്, ലോറി, ഹെഡ്ലൈറ്റിന്റെ റീസ്റ്റോറിങ്ങും, ഏത് വണ്ടിയുടെ ലേറ്റുമായിട്ടുള്ള എല്ലാ കംപ്ലൈന്റും ഇവിടെ ഇതുപോലെ ആക്കി തരും. മാത്രമല്ല അതിന്റെ റിപ്പയറിംഗ്, പൊട്ടിപ്പോയത്, ക്ലീൻ ചെയ്തത്, അതിന്റെ ലെഗ് ഒടിഞ്ഞത്, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും. ഇലക്ട്രിക് വർക്കും ഉണ്ടോ? ഇലക്ട്രിക് ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസും, ലേറ്റ് സംബന്ധമായ എല്ലാ കാര്യവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞു. 2 ഘട്ടോടെ കഴിഞ്ഞിട്ടാണ് പോളിഷ്. ആയിക്കോട്ടെ, നടക്കട്ടെ. അപ്പൊ നമ്മുടെ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് പോളിഷിംഗ് ആണ്. അല്ല, പോളിഷിംഗ് അല്ല, പോളിഷിംഗ് ആണ്. അപ്പൊ ഇത് ഇനി ഇവിടെ സ്ക്രബ് ചെയ്യോ? സ്ക്രബിന്റെ പരിപാടി കഴിഞ്ഞു. റബ്ബിംഗ് ആണ്. അപ്പൊ ഇനി ഇത് മുകളിൽ തേക്കുവാണോ? അല്ല, റബ്ബിംഗ് കഴിഞ്ഞ് ബഫ് ചെയ്യണം. ഓക്കെ. തേച്ചോ? ക്രീമാണ് തേച്ചിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. ഇത് തേച്ചിട്ട് ഇനി പോളിഷ് ചെയ്യും. അപ്പൊ അതോട് പരിപാടി തീരുവാണ്. അടിപൊളിയായിട്ട് വരും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ടാ? കുഴപ്പമൊന്നുമില്ല. എല്ലാ വണ്ടിയുടെ ചെയ്തെന്ന് പറയണേ. നമ്മുടെ ഓർഡറിങ് ചെയ്താ അതെയാ?
അപ്പൊ ഇത് കണ്ടോ പോളിഷ് ചെയ്തപ്പോ ഇതിന്റെ കളറ് മാറ്റം കണ്ടോ? ഇത് പഴയ കളറോ ഇത് പുതിയ കളറോ? ആദ്യം ഇരുന്ന അങ്ങനെ പോകും. ആദ്യം ഇരുന്നത് ഇപ്പൊ രണ്ടാം വരുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ല. അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ പുത്തൻ ഇത് കമ്പനി ഷോറൂമിൽ നിന്ന് വന്ന കണ്ടീഷനാ നോക്കിയാ ശരിയല്ല. ഇത് എന്ത് കളറാന്ന് നോക്കിയാ കമ്പനി വണ്ടി വന്ന മാതിരിയാണ്. അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞോട്ടെ. അതെ ഇപ്പൊ ഇനി അടുത്തത് ഇതാണ്. അപ്പൊ അതും ഇതുമായിട്ടുള്ള മാറ്റം ഒരുപാട് മാറ്റമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട മനസ്സിലാവും. അപ്പൊ സുഹൃത്തെ ഇത് തന്നെ ഓരോരുത്തർ കുടുന്ന വെച്ചേക്കണാണ് ഈ ലൈറ്റുകൾ. അതിന് വർക്ക്ഷോപ്പിൽ നിന്ന് റെഡിയാക്കാൻ വേണ്ടി വെച്ചിരിക്കും. നമുക്ക് ഇത് സർവീസിന് വേണ്ടി കുടുന്നേക്കണയാണ്. ഇതൊക്കെ ചെയ്തു വെച്ചേക്കണയാണ്. അപ്പൊ ഇല്ല ചെയ്യാനുണ്ട് കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയോ? ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സെയിലാണ്. നമ്മൾക്ക് ഇതിന് സെയിലും ഉണ്ട്. സെയിലും ഉണ്ട്. അത്യാവശ്യം പ്രീമിയം വലിയ കാറുകളില്ല. ഇന്നോവ സ്വിഫ്റ്റ് അങ്ങനെയുള്ള മിഡിൽ വണ്ടികളുടെ അല്ലാത്ത ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കും. ആളുകൾ ഓൺലൈനിലുണ്ട്, ആളുകൾ വിളിക്കുന്നുണ്ട്, നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പരിപാടിയൊക്കെ ഇപ്പൊ നിലവിൽ തീർന്നോ? പോളിഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കൊണ്ടാലോ? ഇതുകൊണ്ട് നല്ല കമ്പനി ഷോറൂമിൽ നിന്ന് വണ്ടി വന്ന എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ട് സാധനം സംഭവം പോളിഷ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഹൈറേഞ്ചോ മൂന്നാറോ അടിമാലിയോ എവിടെ വേണമെങ്കിലും ലേറ്റ് ആയിട്ട് പോകുമ്പോൾ പോകാം. പിന്നെ നമുക്ക് ഈ എല്ലാ വണ്ടികളും കൂടെ ഉണ്ടല്ലോ. എല്ലാ വണ്ടിയുണ്ട്. എല്ലാ വണ്ടിയും ടൂ വീലർ മുതൽ ഏത് വണ്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലുള്ള PVM MRF ടയറിന് ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് ഹൈബി ഹെഡ്ലൈറ്റ്സ്. പോളിഷിങ്, റിപ്പയറിങ്, ഫൈബർ വർക്ക് ഒക്കെ ചെയ്യും.